നമസ്തേ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജയോഗവും ധനയോഗവും ഒന്നിച്ച് നേട്ടങ്ങൾ കൊയ്യും നാളുകാർ ഇവർ. ഏപ്രിൽ മാസം പകുതി കഴിഞ്ഞിരിക്കുകയാണ്. ഏപ്രിൽ 14 മേടമാസം 1-ാം തീയതി സൂര്യൻ മേടത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ശുക്രൻ വക്രഗതിയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കുകയാണ്. മെയ് 14 ആവുമ്പോഴേക്കും സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ്. സൂര്യൻ ഇടവത്തിലെത്തുമ്പോൾ ചില രാശിക്കാരിൽ ധനയോഗം രൂപപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. കൂടാതെ ധനം നൽകുന്ന പ്രധാന ഗ്രഹമായ വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വ്യാഴം മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ മെയ് മാസത്തിൽ ചില നക്ഷത്രക്കാരിൽ ലക്ഷ്മി നാരായണ രാജയോഗവും രൂപപ്പെടും. ധനയോഗം രാജയോഗവും ഒന്നിച്ച് ലഭിക്കുന്ന 5 നക്ഷത്രക്കാർ ഏതെല്ലാമെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ധനയോഗവും രാജയോഗവും ഒന്നിച്ച് രൂപപ്പെടുന്നതാണ്. ധനയോഗത്താൽ സർവൈശ്വര്യങ്ങൾ ഈ നക്ഷത്രക്കാരിൽ നിറയുന്നതാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ചതിനേക്കാൾ വളർച്ചയിൽ എത്തിച്ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ്. നിലവിൽ കയ്യിലുള്ള ധനം ഇരട്ടിയാകുന്ന വിധത്തിൽ നേട്ടങ്ങൾ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യാൻ യോഗം ലഭിക്കുന്നതാണ്. ഭർത്താവ് വഴി ഭാര്യമാർക്ക് സാമ്പത്തിക ഉന്നതി ലഭിക്കുന്നതാണ്. പൂർവിക സ്വത്തിൽ അവകാശം ലഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം ലഭിക്കുന്നതാണ്. കഷ്ടകാലങ്ങൾക്ക് അറുതി വരുന്നതാണ്. ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതാണ്. സ്വർണം വാങ്ങാനുള്ള യോഗം രൂപപ്പെടുന്നതാണ്. പുതിയ സ്ഥലം വാങ്ങാൻ സാധിക്കും. വീട് പണികൾ വളരെ വേഗത്തിൽ തീർപ്പാക്കാൻ സാധിക്കുന്നതാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. നേട്ടങ്ങൾ ഒരുപോലെ ഇവരിൽ വന്നെത്തുന്നതാണ്. എല്ലാം ഐശ്വര്യമായി മാറുന്നതാണ്. കുട്ടികൾ വഴി സർവ്വസൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് കഷ്ടകാലങ്ങൾ അകലുന്നതാണ്. പണം കടം വാങ്ങാതെ സുഖകരമായ ജീവിതം നയിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗം ലഭിക്കുന്നതാണ്. സന്തോഷവും സമാധാനവും ഇവരിൽ നിറയുന്നതാണ്. നേട്ടങ്ങൾ അനവധി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതാണ്. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും പണം കയ്യിൽ വന്നെത്തുന്നതാണ്. ധനപരമായി നേട്ടങ്ങൾ ഇവരിൽ ഉണ്ടായിരിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് പ്രശസ്തി നേടിയെടുക്കുന്നതായിരിക്കും. പലരിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. മാനസിക പ്രയാസങ്ങൾ അകലുന്നതാണ്. സ്ഥാനക്കയറ്റത്തോടെ ശമ്പള വർധനവ് ലഭിക്കുന്നതാണ്. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുകയാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രമാണ് തിരുവാതിര. അതിനാൽ വ്യാഴത്തിൻ്റെ സ്വാധീനത്താൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. രാജയോഗത്താൽ ധനലാഭം ഉണ്ടാകുന്നതാണ്. ആവോളം സമ്പാദിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗം രൂപപ്പെടുന്നതാണ്. മാനസിക പിരിമുറുക്കങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതാണ്. പുതിയ വീട് സ്വന്തമാക്കാൻ ഇവർക്ക് യോഗം ലഭിക്കുന്നതാണ്. സമ്പാദ്യം ഇരട്ടിപ്പിക്കാൻ സഹായിക്കുന്ന സമ്പാദ്യ പദ്ധതികളിൽ ഭാഗമാക്കാൻ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കൾ വഴി ധനലാഭം വന്നെത്തുന്നതാണ്. നല്ല കമ്പനിയിൽ ഉയർന്ന സ്ഥാനത്ത് പ്രവർത്തിക്കാൻ ഇവർക്ക് യോഗം ലഭിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉന്നതി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ധനലാഭം വന്നു ചേരുന്നതാണ്. ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായി വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിലെ പ്രാരാബ്ധങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതാണ്. നേട്ടങ്ങളിലേക്ക് പടികടക്കാൻ സാധിക്കുന്നതാണ്. മാനസിക പ്രതിസന്ധികൾ ഇവരിൽ നിന്നും അകലുന്നതാണ്. വിദേശത്തേക്ക് നോക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യങ്ങളും വർദ്ധിക്കുന്നതാണ്. ജീവിതത്തിന് സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലും. ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കാൻ സാധിക്കും. ഭാഗ്യനക്ഷത്രത്തിൽ അവസാന നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ ഇവരിൽ നിന്നും അകലുന്നതാണ്. പണം കയ്യിൽ ആവശ്യത്തിലധികം വന്നെത്തുന്നതാണ്. സ്വർണം വാങ്ങാൻ യോഗം രൂപപ്പെടുന്നതാണ്.
വീട്ടിൽ സന്തോഷം നൽകുന്ന അനവധി സംഭവങ്ങൾ നടക്കുന്നതാണ്. വിദ്യയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്തും ശോഭിക്കുന്നതാണ്. അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. സ്വത്ത് വാങ്ങാൻ സാധിക്കും. കൂടുതൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി.